ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്നൊരു യാത്രയാണ് കേട്ടോ. എൻ്റെ നാട്ടിൽ ഉത്സവം കൂടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഉത്സവമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷത്തോടെ പോകുന്നൊരു യാത്രയാണ്. കുട്ടിക്കാലത്ത് ആ ഉത്സവം കൂടാനായിട്ട് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അത് നടന്നില്ല. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കും എന്നുള്ളത് സത്യമാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി എനിക്ക് സ്ഥിരം ഓർഡേഴ്സ് തരാറുള്ള കസ്റ്റമേഴ്സ് എൻ്റെ തയ്ച്ചു വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇല്ലാത്ത കാരണം അവർക്ക് വന്ന് കളക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പോകുന്ന വഴി അത് കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പെരുമ്പുഴയാണ് അത് കൊടുത്തത്. അപ്പോൾ എന്നിട്ട് കുണ്ട്ര വഴി കയറി പോകാനാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. ഓൾറെഡി നമ്മൾ വിഷുവിൻ്റെ തിരക്കിലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വർക്ക് പെൻഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 11-ാം തീയതി ആയിരുന്നേ ഉത്സവം. അപ്പോൾ ഞാൻ രാവിലെ എത്താമെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ നടന്നില്ല. വിഷുവിൻ്റെ എല്ലാം ഒന്ന് ഒതുക്കി, പിന്നെ ഒന്ന് ക്ലീനിങ്ങും അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇറങ്ങി കൊറിയറൊക്കെ കൊടുത്തിട്ട് കറക്റ്റ് 1 മണിയായി അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങിയപ്പോൾ കേട്ടോ. അതിനിടയ്ക്ക് വണ്ടിക്ക് എന്തോ ഒരു ട്രബിൾ. അപ്പോൾ അത് നിന്ന് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കൊട്ടാരക്കര അടുക്കാറായി, എഴുകോൺ കഴിഞ്ഞു. പിന്നെതാ കൊട്ടാരക്കര കഴിഞ്ഞ് കുര വഴിയാണ് ഞങ്ങൾ പത്തനാപുരം കയറുന്നത്. എനിക്ക് തോന്നുന്നു അതാണ് ഒന്നുകൂടെ എളുപ്പം എന്ന് ഞങ്ങൾക്ക് ഫീലായിട്ടുള്ളത്. ഞാൻ ബസ്സിൽ പോകുമ്പോഴും ആ റൂട്ടാണ് കേട്ടോ പോകാറ് കൂടുതലും. കുന്നിക്കോട് വഴി അങ്ങനെ പോകാറില്ല. ഒറ്റ ബസ് എങ്ങാനും കിട്ടുകയാണെങ്കിലേ ഉള്ളൂ അങ്ങനെ പോകാറ്, അല്ലെങ്കിൽ ഈ വഴിയാണ് കേട്ടോ പോകാറ്. കൊട്ടാരക്കര സിഗ്നലിന് എന്തോ ഒരു കംപ്ലൈൻറ്റ് പറ്റിയിട്ടുണ്ട് കേട്ടോ. അത് വർക്കാവുന്നില്ലായിരുന്നു, അതാണ് ഇത്രയും ട്രാഫിക്ക്. അങ്ങനെ പത്തനാപുരം എത്തി കേട്ടോ. പത്തനാപുരം കഴിഞ്ഞ് കുറച്ചുകൂടെ പോകാനുണ്ട് കേട്ടോ. കോന്നി ചെന്നിട്ട് വേണം പോകാൻ. അത്യാവശ്യം ഉച്ച സമയമായതുകൊണ്ട് അധികം വെയിലടിച്ചു എന്ന് എനിക്ക് തോന്നിയില്ല, എന്നാലും വെയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടുക്കാറായപ്പോഴത്തേനും അവസാന തേരിൻ്റെ പണിയിലാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെ കൂടുതലും തേരും എടുപ്പൂതിരയും മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ കൊല്ലത്ത് കാണുന്ന പോലെ ഫ്ലോട്ടും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ എല്ലാ കരക്കാരും തേരാണ് കേട്ടോ എടുക്കുന്നത്. തേരെടുക്കാത്തവർ എടുപ്പൂതിരയാണ് എടുക്കുന്നത്. അങ്ങനെ കറക്റ്റ് വെട്ടൂർ അമ്പല ജംഗ്ഷൻ ചെന്ന് കഴിയുമ്പോഴത്തേനും വലത്തേക്കാണ് കേട്ടോ. വലത്തേക്ക് കയറി കുറച്ചങ്ങോട്ട് പോയാൽ മതി കേട്ടോ എൻ്റെ വീട്. ഒത്തിരി ആഗ്രഹിച്ച് ഇവിടെ താമസിക്കണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. കുട്ടിക്കാലത്തെ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ച് അത് അവസാനം ഞങ്ങൾ സാധിച്ചെടുത്തു എന്ന് തന്നെ പറയണം. ഇതാണ് കേട്ടോ വീട്. അപ്പം ഞങ്ങളെ കണ്ടപ്പോഴത്തേനും ഓടി വരുന്നുണ്ട് എല്ലാവരും. അങ്ങനെ 2:30 ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും ഇലയിട്ട് സദ്യ വിളമ്പി കേട്ടോ ഞങ്ങൾക്ക്. ഇപ്പം നോൺ വെജ് ഒന്നുമില്ല, വെജ് മാത്രമാണ് കേട്ടോ ഞങ്ങളുടെ ഉത്സവ സദ്യക്ക്. പക്ഷെ കൊല്ലത്തേക്ക് നോൺ വെജും എടുക്കും, പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നോൺ വെജ് എടുക്കില്ല കേട്ടോ, വെജ് മാത്രമാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റെസ്റ്റ് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വന്തം ആഗ്രഹിച്ച വീടൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ഫീലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, 1 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ അമ്മ പരമാവധി ചെടിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പഴയ കിണറാണ് കേട്ടോ, ഞങ്ങളുടെ കൊച്ചുനാളിലുള്ള കിണറാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോഴും വെള്ളമുണ്ട് കേട്ടോ, നല്ല വെള്ളമുണ്ട്. പിന്നൊരു മാവിനകത്ത് നിറയെ മാങ്ങയും പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. മുറ്റത്തൊരു മാവ്, അതും ഒരു നൊസ്റ്റാൾജിയാണ്. പിന്നെ അതാ കുറേ ചെടികൾ ഞങ്ങളുടെ അമ്മ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ അയ്യ മൊത്തവും കപ്പയും ഓരോന്നൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രാണിയെ കണ്ടിട്ട് ഒത്തിരി നാളായിട്ടോ. വിഷുവിന് വെക്കാനുള്ള കൊന്നപ്പൂവും എല്ലാം ഇവിടെ സെറ്റാണ്, ഇഷ്ടംപോലെ പൂവുണ്ട്. പിന്നെ അതിരുവരമ്പിലെല്ലാം ഇതേപോലെ
ഇതെന്തായിരുന്നു? കവുങ്ങാണ് കേട്ടോ. കവുങ്ങെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം കൃഷി ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അമ്മയുടെ ആഗ്രഹം. നടക്കുമായിരിക്കും. പിന്നെ അതാ പേരയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 കായും വന്നിട്ടുണ്ട്. പിന്നെ അതാ ഇതേപോലെ കുറേ മരങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കായ്ക്കുമെന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം. അങ്ങനെ റെഡിയായി ഞങ്ങൾ ഉത്സവത്തിന് പോകാനായിട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഹാൻഡ് വർക്ക് ഓൾറെഡി നമ്മുടെ പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ ഹാൻഡ് വർക്കാണ് കേട്ടോ. അങ്ങനെതാ നമ്മുടെ കണ്ടത്തിൽ ഇതേപോലെ നിരത്തി വെക്കുവാണ് കേട്ടോ തേര്. അതിമനോഹരമായ ദൃശ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പച്ചപ്പട്ട് ഉൾപ്പാടത്തിൽ അന്യായിക്കത്തെയും പുറത്താക്കാവിനെയും നാട്ടിലെത്തി സമുദ്രത്തിലേക്ക് കടന്നു വരികയാണ്. വിശ്വപ്രസിദ്ധമായ ആചാര അനുഷ്ഠാനങ്ങളുടെ ഹൃദയഭൂമിയായ വെട്ടൂർ ആയിരവില്ലൻ ക്ഷേത്രത്തിലെ ഉത്തരമഹോത്സവത്തോട് അനുബന്ധിച്ചുള്ള എഴുന്നള്ളത്തും കെട്ടുകാഴ്ചയും ഏതാനും നിമിഷങ്ങൾക്കകം ഭഗവാൻ പൊന്നായിരവില്ല സ്വാമിയുടെ കാഴ്ചക്കണ്ടത്തിൽ അരങ്ങേറുകയാണ്. ഈ എഴുന്നള്ളത്തിലും കെട്ടുകാഴ്ചയിലും പങ്കുചേർന്ന് ഭഗവാന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും ഞങ്ങൾ പരമപവിത്ര കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറെ ബഹുമാനപൂർവ്വം വെട്ടൂരിന്റെ സത്യശാസ്ത്രവും ഗണിതശാസ്ത്രവും സമന്വയിപ്പിച്ച നമ്മുടെ കരകുതിരയാണ് ഈ കാഴ്ചക്കാട്ടത്തിൽ ഏറ്റവും കമനീയമായി കാണിക്കുന്നത്. വെട്ടൂരിന്റെ പുരുഷാരം കഴിഞ്ഞ 1 മാസക്കാലമായി വിശ്രമരഹിതമായി കെട്ടിയുണ്ടാക്കിയ കെട്ടൊരുപിടുകളാണ് ഈ കാഴ്ചക്കാട്ടത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ പീഡയ്ക്കായി ഭഗവാന്റെ അനുഗ്രഹത്തിനായി എല്ലാവരും ഈ കാഴ്ചക്കാട്ടത്തിൽ ഭഗവാൻ പൊന്നായിരവില്ലന്റെ തിരുവുത്സവവുമായി ബന്ധപ്പെട്ട് വേളികൾ ഉണർത്തിക്കൊണ്ട് എഴുന്നള്ളത്ത് കരക്കുതിരയ്ക്ക് സമീപം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഉടൻ തന്നെ കെട്ടുകാഴ്ച സമാരംഭിക്കുകയാണ്. ഭഗവാൻ പൊന്നായിരവില്ലന്റെ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കെട്ടുകാഴ്ച വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ കാഴ്ചക്കണ്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം കാഴ്ചക്കണ്ടപ്പോൾ ഉണ്ടാകണമെന്ന് ഭഗവാൻ നാമത്തിൽ അറിയിക്കുകയാണ്. ഇവിടെ എത്തിയിട്ടുള്ള ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സ്വർണ്ണാഭരണങ്ങളും പൈസയും സൂക്ഷിക്കണം എന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. എടുക്കുമ്പോ കരക്കുതിരയുടെ കൺവീനറുടെയും ചെയർമാന്റെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് എല്ലാവരും ഒരുപോലെ തന്നെ കരക്കുതിര എടുക്കണമെന്ന് ക്ഷേത്ര ഉപദേശ സമിതിക്ക് വേണ്ടിയും കുതിര കമ്മിറ്റിക്ക് വേണ്ടിയും ഓർമ്മിപ്പിക്കുകയാണ്. നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിച്ചുകൊണ്ട് തന്നെ കരക്കുതിര എടുക്കണമെന്ന് അറിയിക്കുക.
അങ്ങനെ പിറ്റേന്ന് രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇറങ്ങാൻ നന്നായി ലേറ്റായി. അദ്വിക വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിന്നു കേട്ടോ വാശി പിടിച്ച്. അങ്ങനെ ഞങ്ങൾ രണ്ടും തിരിച്ചിറങ്ങി. തിരിച്ച് വരുന്ന വഴിയിൽ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും രാവിലെ ആയതുകൊണ്ട് പെട്ടെന്ന് വീടെത്തി കേട്ടോ. അപ്പോൾ തിരിച്ചും ഞങ്ങൾ പത്തനാപുരം കുഴ വഴിയാണ് കേട്ടോ കയറി വന്നത്. അപ്പോൾ നല്ല കാർമേഘം മൂടി കിടക്കുന്ന ക്ലൈമറ്റ്, അതിൻ്റെ കൂടെ നല്ല മഞ്ഞ് വീണിട്ടുള്ളത് പോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ കൂടെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതേപോലെ ക്ലൈമറ്റിലൊക്കെ യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ അത് പറഞ്ഞായിരുന്നു ഞാൻ തിരിച്ച് വീട് വരെ എത്തിയത്. പിന്നെയും കൊട്ടാരക്കര കഴിഞ്ഞപ്പോഴത്തേനും ചെറിയ മഴച്ചാറ്റലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.